ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ബാർസ് ആൻഡ് വീൽസ്. ഇന്ന് നമ്മൾ പോകുന്നത് അനദർ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ. നമ്മളുടെ തന്നെ നാട്ടിലുള്ള, അതായത് പത്തനംതിട്ട, ചിറ്റാർ, സീതത്തോട്, നേരെ ഗവി. ഓർഡിനറി മൂവി കണ്ടിട്ടുള്ളവർക്ക് ഈ സ്ഥലം നല്ലപോലെ അറിയായിരിക്കും. എന്താ പറയുക, നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്. കൂടാതെ ഒരുപാട് ഡാമുകൾ കാണാൻ പറ്റും. ഇപ്പോൾ മൺസൂൺ സീസൺ ആയതുകൊണ്ട് അധികം മൃഗങ്ങളെ നമുക്ക് കാണാൻ കിട്ടത്തില്ല. കാര്യം എല്ലാം അങ്ങ് കാടിൻ്റെ അകത്ത് തന്നെ അതുങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും ഉള്ളതെല്ലാം ഈ സമയത്ത് ഉണ്ടാവും. അതുകൊണ്ട് അധികം പുറത്തോട്ട് വരത്തില്ല. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പേ ഞാൻ പോയി. മഞ്ഞിൽ മൂടിയ ഗവി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഭയങ്കര രസമാണ്. ഭയങ്കര രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാം ഒന്നും കാണത്തില്ല. ഡാം കാണത്തില്ല, ജസ്റ്റ് മഞ്ഞ് മാത്രമാണെങ്കിൽ ആ ഡാമിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുക്കാം. കാര്യം ഒന്നും കാണത്തില്ല, ജസ്റ്റ് മഞ്ഞ് മാത്രമേ കാണത്തുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഞാൻ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളെന്ന്. മഞ്ഞ്, മഴ, പച്ചപ്പ്, ആഹാ, ജീപ്പ്. ഇന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ജീപ്പാണ്. നമ്മളുടെ ജീപ്പ് അങ്ങോട്ട് കൊടുത്തിട്ട് ഇപ്പം ഓഫ് റോഡൊന്നും ഇല്ല. നേരെ ഗവി ചെന്നിട്ട് നേരെ പരുന്തുംപാറയൊന്ന് കയറി അങ്ങനെ വരുന്നൊരു ചെറിയ പരിപാടിയേ ഉള്ളൂ. അതുകൊണ്ട് 4 വീൽ വണ്ടി എടുത്തില്ല. അങ്ങനെ ഇതാണ് നമ്മളുടെ ഓൾമോസ്റ്റ് ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയാം. നമ്മൾ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ പെൻസ്റ്റോക്ക് പൈപ്പ്. ഇതിൻ്റെ അകത്തൂടാണ് വെള്ളം ഇവിടുന്ന് പമ്പ് ചെയ്യുന്നത്. ഈ പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പൈപ്പല്ല. അതിൻ്റെ അകത്ത് കയറി ഒരാൾക്ക് നടന്നു പോകാൻ പറ്റും. അതായത് കുനിഞ്ഞല്ലാതെ നടന്നു പോകാൻ പറ്റും. അത്രയ്ക്കും ഹൈറ്റുള്ള പൈപ്പാണിത്. ഓക്കെ, മഞ്ഞിൽ മൂടിയ ചാറ്റൽ മഴയുള്ള നല്ല പ്രകൃതി സൗന്ദര്യം കനിഞ്ഞൊഴുകുന്ന ഗവിയിലാണ് ഇന്ന്. ഗവിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സിറ്റി ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടമാവില്ല. പക്ഷെ പ്രകൃതിയും ആ ഒരു പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുണ്ടല്ലോ, സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടുത്തെ തിരക്കൊക്കെ ഒന്ന് കാണണം ഇന്ന്. അതായത് വീക്കെൻഡ്സിലാണ് ഇപ്പം ഏറ്റവും തിരക്ക്. എല്ലാ ദിവസവും തിരക്കാണ്. ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കും തിരക്കാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഞ്ഞും മഴയും എല്ലാം കൂടെ വന്നു കഴിയുമ്പോണ്ടല്ലോ, എൻ്റെ അമ്മോ എന്താ രസമെന്നറിയാമോ. ഞാൻ അധികം ക്യാമറയിലേക്ക് നോക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരോ റോഡാണ്. അപ്പം നമ്മളുടെ 100% അറ്റൻഷൻ നമുക്ക് റോഡിലുണ്ടാവണം. അതായത് അതിൻ്റെ അകത്തൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എന്താണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷയും കാണത്തില്ല. ചിലപ്പോൾ ഒരു മരം ഉണ്ടാവും, ചിലപ്പോൾ ഒരു മൃഗം ഉണ്ടാവാം, ചിലപ്പം റോഡ് തകർന്നു കിടക്കുകയായിരിക്കാം. എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിച്ചോണം വണ്ടി ഓടിക്കുക. അത്യാവശ്യം നിരപ്പ് വരുമ്പോൾ മാത്രമാണ് ഞാൻ ക്യാമറയിലേക്ക് നോക്കുന്നത്. ഇവിടെ ഭയങ്കര നാരോ റോഡുമാണ്, അത്യാവശ്യം നല്ല വളവുകളുമുണ്ട്. പിന്നെ റോഡൊന്നും അത്ര നല്ല കണ്ടീഷനല്ല. അതായത് വരുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ ഫ്രണ്ടിൽ ഇന്നോവയാണ് പോകുന്നത്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെങ്കിൽ എന്താ പറയാ, സ്കേർട്ടിംഗ് ഒക്കെ ചെയ്ത വണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പ്രശ്നം പറ്റും. അല്ല, നോർമൽ വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഗവിയുടെ ഒരു മനോഹാരിതയിലേക്ക് കടന്നു ചെല്ലാം, അതിലേക്ക് ഊളിയിട്ടിറങ്ങാം. നമ്മളെല്ലാവരും കാക്ടസ് ചെടികൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കാക്ടസ് മരങ്ങൾ കണ്ടിട്ടുണ്ടോ? കാക്ടസ് മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന മൊത്തം കാക്ടസാണ്. കാക്ടസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വകഭേദത്തിലുള്ള. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഭയങ്കര വലിയ മരമാണ്. കണ്ടോ, ഇതെല്ലാം മരങ്ങളാണ്. അത്രയും വലിയ കാക്ടസ് മരങ്ങളാണ് ഇവിടെ ഉള്ളത്.
അപ്പം നമ്മൾ സെക്കൻഡ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. കക്കി ഡാമിൻ്റെ വ്യൂ പോയിന്റ് ആണ്. നമുക്ക് ഇറങ്ങിയെന്ന് നോക്കാം. സൂപ്പർ മഴ, ആഹാ എന്ത് രസം. ഇതാണ് കക്കി ഡാമിൻ്റെ വ്യൂ പോയിന്റ്. ഇത് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇവിടെ ബസ് സർവീസ്, പിന്നെ ഇവിടെ എല്ലാം വണ്ടികൾ ഇഷ്ടം പോലെ. നമുക്ക് അത്യാവശ്യം കുറച്ച് ഇവിടുന്ന് നിർത്തിയിട്ട് ടൂറിസ്റ്റുകൾക്ക് ഒരു ഇച്ചിരി വരെ ഇറങ്ങാം, വളരെ കുറച്ച്. അപ്പോൾ അവിടെ വന്നു നിന്നാണ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആഹാ, മഞ്ഞ് അടിപൊളി. അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. മഴ കാരണം ലെൻസിലെല്ലാം വെള്ളം വീണുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഡാമിൻ്റെ സെക്കൻഡ് വ്യൂ പോയിന്റ്. മഴ അത്യാവശ്യം കനക്കുന്നുണ്ട്. എന്തായാലും കാണാം. നിങ്ങളിപ്പോൾ എൻ്റെ പിന്നിൽ മഞ്ഞ് മാത്രമല്ലേ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ലല്ലോ. എന്നാൽ എനിക്ക് ഇവിടെ നിന്ന് നേരിട്ട് നോക്കുമ്പോൾ ഈ ഡാം അവിടെ കാണാം. ഭയങ്കര രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എത്രയും വേഗം ഈ മൺസൂൺ സീസണിൽ വരാൻ പറ്റുമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഇറ്റ്സ് ഗോണ ബി ദ ബെസ്റ്റ്. ഓക്കെ, കക്കി ഡാമിലെത്തി. ഡാം കാണാൻ പറ്റാത്ത പോലെ മഞ്ഞ്. ഇതാണ് കക്കി ഡാമിന്റെ ഇന്നത്തെ ബ്യൂട്ടി. മഞ്ഞിൽ മൂടി കിടക്കുന്നു. അടുത്തതായി കക്കി ഡാമിലെ ചെക്കിംഗ്. ഓഫ് കോഴ്സ് നമ്മളപ്പം ഇവിടെ പാസ് കാണിച്ച് ഇവിടുന്ന് പോലീസ് ചെക്കിംഗ് ആണ്. ഇവിടുന്ന് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ നേരെ മുമ്പ്. നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. ദിസ് ഇസ് എക്കോ പാർക്ക്. ഇതാണ് എക്കോ പാർക്ക്. ഇവിടെ നിലച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് എക്കോ അടിക്കും. ഇതാണ് എക്കോ പാറയുടെ ബ്യൂട്ടി. മോനെ ഒരു രക്ഷയില്ലാണല്ലോ. നമ്മുടെ വട്ടി കിടക്കുന്നു. ഇതെല്ലാം നല്ല ക്രൗഡുണ്ട്. സൂപ്പർ മഞ്ഞ്, ഗ്രേറ്റ്. നമ്മളുടെ അടുത്ത ലൊക്കേഷൻ ആനത്തോട് ഡാം. ആനത്തോട് ഡാമിൻ്റെ ഭംഗി. നമ്മൾ ഡാമിലേക്കൊന്നും വീഡിയോ എടുക്കുന്നില്ല, കാര്യം ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വരുമ്പം നമ്മൾ മൂഴിയാർ ഡാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കക്കി ഡാമിന് ഷട്ടറില്ല. പക്ഷെങ്കിൽ ഈ ആനത്തോട് ഡാമിന് ഷട്ടറുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സർട്ടൺ ഹൈറ്റ് വെള്ളം എത്തിക്കഴിഞ്ഞ് അതിന് മുകളിലോട്ടുള്ള വെള്ളം മാത്രം കയറുന്നൊരു സ്ഥലം, അവിടാണ് അതിൻ്റെ ഷട്ടർ കൊടുത്തേക്കുന്നത്. അപ്പം ഇത്രയും വാട്ടർ ലെവൽ വന്നെങ്കിൽ മാത്രമേ ഷട്ടർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ.
മോനെ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചുമ്മാ കാടിൻ്റെ അകത്ത് ഫുള്ള് മഞ്ഞ്. വീണ്ടും അല്പം വെളിച്ചമുള്ള സ്ഥലമെത്തി. നമ്മൾ വീണ്ടും ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല പൊളിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ, അത്രയ്ക്കും കിടുവാണ്. ചെയ്യേണ്ട ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറാൻ വേണ്ടി ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. 11 o'clock കക്കി ഗവി എക്കോ ടൂറിസത്തിന്റെ വെബ്സൈറ്റിൽ കയറി 11 o'clock മോർണിംഗ് 11 o'clock തൊട്ട് നെക്സ്റ്റ് 2 daysലേക്കുള്ളതാണ് ഓപ്പൺ ആകുന്നതെന്നാണ് ഇപ്പൊ പറഞ്ഞത്. നോർമലി കുറച്ചുകൂടെ ദിവസത്തേനുണ്ടായിരുന്നു. അപ്പം എന്ത് പറ്റി 2 days എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എപ്പോഴാണ് ഒരു അലേർട്ട് വരുന്നത്, അതായത് എവിടെയെങ്കിലും മണ്ണിടിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും മരം വീണിട്ടുണ്ടോ, എവിടെയെങ്കിലും എന്താ പറയുക പോകാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ ബുക്ക് ചെയ്തവരെ എല്ലാം വിളിച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തെ, അതാകുമ്പം കൂടുതൽ ബുക്കിംഗ് വരത്തില്ല. അതുകൊണ്ട് നിങ്ങളിപ്പം നാളെ പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇന്ന് ടിക്കറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ലക്ക് ട്രൈ ചെയ്യുക. ഇല്ലെങ്കിൽ മറ്റന്നാളത്തേനുള്ള ടിക്കറ്റ് ഇന്നെടുക്കണം. ഓക്കെ. അടുത്തത് നമുക്ക് ഗവി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വന്നിട്ട് നമ്മളുടെ ഇവിടുന്ന് ഒരു പാസ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി പെരിയാറിൽ ഇറങ്ങാൻ പറ്റൂ. ഒരു 85 രൂപയുടെ പാസ് ഇവിടുന്ന് എടുക്കണം ഒരു വണ്ടിക്ക്. നമ്മൾ ഗവിയിലെത്തി. KCB ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിഞ്ഞു. ഡാമിലെ മീനും ഊണും നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നിൽക്കുന്ന എവിടെ നിന്നുണ്ടോ, ഇത് ഫുള്ള് ഒരു മരത്തിൻ്റെ വേര് വന്ന് ഈ പിപ്പിയെ പിടിച്ചേക്കുന്ന അത്യാവശ്യം ഫോട്ടോ എടുക്കാൻ നല്ല സ്പോട്ടാണ്. ഇത് KCB ക്യാൻറ്റീൻ്റെ ഇച്ചിരി ബാക്കിലായിട്ട് വരും. ഓക്കെ, നമുക്ക് പോകാം. അതെ, ഇറക്കിയ ആൾക്കാരാണ്. ഇവിടെ അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇല്ല അല്ലേ? പുറത്തുനിന്ന് വരുന്നവർക്കുണ്ട്. അവർക്ക് തന്നെ 826 ഒരാളിന് ഉച്ചക്കത്തെ ഫുഡുണ്ട്. പിന്നെ 2 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട്, 1 മണിക്കൂർ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ വൈകുന്നേരത്തെ പോകാൻ നേരത്തെ ഒരു ചായ ഉണ്ട്. എല്ലാം കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഡേ പാക്കേജാ. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇവിടെ വന്ന് ബുക്ക് ചെയ്തെടുക്കാം. ബുക്ക് ഇപ്പോൾ നേരത്തെ വന്ന് നടത്തിയെടുക്കാം. ഓൺലൈനിലും എടുക്കാൻ പറ്റുമോ? ഓൺലൈനിലും എടുക്കാം. ഓക്കെ 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 ഓക്കെ. ഓൺലൈനിൽ അടച്ചു വരുന്നതാണ് ഏറ്റവും നല്ലത്. സാധനം സപ്പോസ് ഇതിൽ വരുമ്പോൾ ഭക്ഷണം കുറവാണെങ്കിലും ബുക്കിയിട്ട് വരുന്ന ഏറ്റവും നല്ലത്. ഓക്കെ ഓക്കെ, നൈസ് നൈസ്. ഒരു ദിവസത്തെ ഫുൾ പാക്കേജ് അല്ലേ? ഫുൾ പാക്കേജ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇതാണ് ഗവി സ്കൂള്. അപ്പം നമ്മൾ ഇപ്പം മീനാർ ഡാമിൻ്റെ അവിടെ എത്തി. മീനാർ ഡാമിൻ്റെ അവിടെ അല്ല, മീനാർ ഡാമിലേക്ക് ഇനി 5-6 കിലോമീറ്റർ ഉണ്ട്. പക്ഷെങ്കിൽ ഇതാണ് മീനാർ ഡാമിലേക്ക് പോകുന്ന വഴി.
നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല, ടൂറിസ്റ്റ് വണ്ടികൾക്ക് എൻട്രി ഇല്ല, അതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നു. ഓക്കെ, നമ്മൾ ഗവി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഗവി. നമ്മളിപ്പോൾ നേരെ ഗവി ഡാമും ഇവിടുത്തെ അടുത്തുള്ള പരിപാടികളൊക്കെ കണ്ടിട്ട് വരാം. നമ്മൾ ഗവി എത്തി. അടുത്ത ഗവി ഡാമാണ്. അവിടെയും അറിയാലോ ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആണ്. എന്നാൽ ഇതാണ് ഗവി. എന്താ വൈബ് നമ്മുടെ ഗവി ഡാം. ഒന്നും കാണത്തില്ല, കാണുമെങ്കിൽ നമുക്ക് വീഡിയോഗ്രാഫി ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ എല്ലാം ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. സോ ഇതൊന്ന് ജസ്റ്റ് നിങ്ങളെ ഇവിടുത്തെ മഞ്ഞ് കാണാം, മഞ്ഞ് മാത്രം കാണാൻ പറ്റും. ഗവിയിൽ നമുക്ക് ഇവിടെ സ്റ്റേയും കാര്യങ്ങളും അവൈലബിൾ ആണ്. പക്ഷെ അതും ഓൺലൈൻ വഴി നമ്മൾ ബുക്ക് ചെയ്യണം. ഇവിടെ ഗ്രീൻ മാൻഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാക്കേജ് എടുത്ത് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ വന്ന് നമുക്ക് ഓൺലൈനിൽ നിന്ന് പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഡേ പാക്കേജ് എടുക്കാം, ഇല്ലെങ്കിൽ ഓവർനൈറ്റ് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പാക്കേജസും അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് ഗ്രീൻ മാൻഷൻസ് കോട്ടേജ്. ബുക്കിംഗ് ഫുള്ളല്ലേ ഇവിടെ വന്ന് എടുക്കാൻ പറ്റും. Check the mic and make sure it sound right, boys. It sound right, boys. നമ്മൾ ഗവിയിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ അത്യാവശ്യം എവിടെ എത്തിയെന്നറിയാമോ? സീതത്തോട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വണ്ടിപ്പെരിയാറിലോട്ട് ഇറങ്ങുകയാണ്. ഇത് കണ്ടോ, ഇതെല്ലാം എന്താണെന്നറിയാമോ? യൂക്കാലിപ്റ്റസ് ആണ്. യൂക്കാലിപ്റ്റസിൻ്റെ മരങ്ങൾ ഇവിടെ എല്ലാം. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഇനി യൂക്കാലിപ്റ്റസിൻ്റെ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് യൂക്കാലിപ് മരങ്ങളാണ് നിൽക്കുന്നത്. നല്ല രസമാണ് കാണാൻ. നമ്മൾ യാത്രയിൽ പോകുമ്പം ഒരേ ടൈപ്പ് മരങ്ങൾ നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. എങ്ങനെയുണ്ട്? ഞാൻ വീണ്ടും പറയുന്നു, നമ്മളിത് ക്യാമറയിൽ കൂടി കാണുന്ന പോലല്ല ഉറപ്പായിട്ട് നേരിട്ട് കാണുന്നത്. നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളിൽ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. അപ്പം നമ്മൾ ഇനി നേരെ തിരിച്ച് വണ്ടിപ്പെരിയാർ ഇറങ്ങും. ഇതാണ് ഇവിടുത്തെ കാഴ്ച. നല്ല രസം. ഇവിടുത്തെ പുൽത്തകിടിയും അതിൻ്റെ അകത്ത് ഫുൾ മരങ്ങൾ നിൽക്കുന്നത് ഭയങ്കര രസം കേട്ടോ. ഒന്നും പറയാല്ല. അവിടെ നിന്ന് നേരെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊട്ടക്കുന്ന് കാണാം. Check the mic and make sure it sound right, boys. നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തി. ഇനി ഇവിടെ നമ്മൾ അവിടെ നിന്ന് ഒരു 85 രൂപ കൊടുത്തൊരു പാസ് എടുത്തായിരുന്നു. അത് കാണിച്ച് ഇവിടുന്ന് ഇറങ്ങണം. ഇതാണ് നമ്മളുടെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പാസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നല്ല ഒന്നാം തരം മഴ. എന്ത് രസം. അങ്ങനെ നമ്മൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റൊക്കെ ഇറങ്ങി നേരെ നല്ല തേയിലത്തോട്ടത്തിൻ്റെ വൈബിലേക്ക് എത്തിയിരിക്കുകയാണ്. ചുറ്റും കാണുന്നതാണ് തേയിലത്തോട്ടം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നല്ലൊരു അരുവി ഒഴുകുന്നു. നല്ല രസം.
it sound right, boys. നമ്മൾ നേരെ ഇപ്പം പരുന്തുംപാറയിലേക്ക് കയറുക. പരുന്തുംപാറയുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, വേർഡ്സിൽ പറയാൻ പറ്റത്തേ ഇല്ല. ആ ഒരു ക്ലൈമറ്റ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ്. നമ്മൾ ഗവിയില് ഇത്രയും നല്ല തണുപ്പൊക്കെ ആസ്വദിച്ചാണ് വരുന്നത്. എന്നാലും പരുന്തുംപാറ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ വൈബ്. പരുന്തുംപാറ എത്തിയതല്ല, പരുന്തുംപാറയ്ക്ക് ഇനിയും കിടക്കും ഒരു 2-2.5 കിലോമീറ്റർ കൂടെ. എന്നിട്ട് ഇവിടുത്തെ വൈബ് കണ്ടു. ഇവിടെ ഇതാണെങ്കിൽ പരുന്തുംപാറ എന്തായിരിക്കും? ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് പരുന്തുംപാറയുടെ അടുത്ത് പോലും എത്തിയില്ല. പക്ഷെങ്കിൽ ഇവിടുത്തെ മഞ്ഞും ഇവിടുത്തെ കാറ്റും, കോട പറക്കുന്നുണ്ടോ, ഒരു രക്ഷയില്ല. കോട പറക്കുന്നതെന്ന് പറഞ്ഞാൽ ജാങ്ക് സീൻ, അടിപൊളി. മോനെ ഒരു രക്ഷയില്ലെന്ന് കഴിഞ്ഞുണ്ടല്ലോ. ക്ലൈമറ്റ് മാറുന്നത് സെക്കൻഡുകളുണ്ടാവും. സെക്കൻഡുകൾക്ക് ക്ലൈമറ്റ് മാറാം. കോട വന്നിരിക്കുക. അവർക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നമ്മളുടെ വ്ലോഗ് കാണുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇവിടുത്തെ വൈബിൽ നിന്ന് എനിക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല. എന്നിരുന്നാലും ഞാനിപ്പോൾ ഇറങ്ങിയ മറ്റു കാര്യം അടുത്ത ദിവസം വർക്കിൽ കയറണം. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, goodbye.